ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ് വ്ളോഗെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ജസ്റ്റ് പാത്രം കഴുകുന്നതും നമ്മുടെ കുറച്ച് വിശേഷങ്ങളും. ഇന്ന് പിന്നെ ചേട്ടൻ്റെ അമ്മയുടെ വീട്ടിലൊന്ന് പോകാമെന്ന് വിചാരിച്ച്. പഴയ വീട് ഒരു 35 വർഷമൊക്കെ ഇരിക്കും ആ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജോലികളെല്ലാം തീർത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പാത്രങ്ങളെല്ലാം കുറച്ച് കിടന്നു, അതെല്ലാം കഴുകി വെച്ച്. ഈ പാത്രങ്ങളാണെങ്കിൽ പറയേ വേണ്ട, അക്ഷയ പാത്രം പോലെ ഇങ്ങനെ കൂട്ടിയിട്ടേ ഇരിക്കും. ഈ പാത്രങ്ങൾ നിരന്ന് കിടന്നാൽ വലിയൊരു ജോലിയാണ്. അപ്പോൾ ഉള്ളത് അപ്പാന്ന് കഴുകി വെച്ചാൽ പിന്നെ ജോലിക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അതുകൊണ്ട് പാത്രം എല്ലാം കഴുകി വെച്ച് തൂത്തിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. തൂക്കുന്നത്, ഈ പാത്രം കഴുകുന്നത്, തുണി നനയ്ക്കുന്നത്, ഇതൊക്കെയാണ് എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കി അങ്ങനെ കുക്കിങ്ങിന് അത്ര കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ കുറച്ച് പാടാണ്. തൂക്കാനും തുണി കഴുകാനും പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കാനും. പിന്നെ കഴുകി വെച്ച പാത്രം എല്ലാം അടുക്കി വെച്ചിട്ടൊക്കെ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടാണ് ചാനൽ തുടങ്ങുന്നത്, അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട്. സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കുന്നത് പോലെ എല്ലാം വരും. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ കുറേ പേരൊക്കെ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബർ ആരും ചെയ്യുന്നില്ല. അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ. ഈ വീഡിയോ കാണുന്നവർ ഒരു 17 ആയിരുന്നാലും 20 പേരുന്നാലും കാണുന്നുണ്ട്, പക്ഷെ ആരും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് തൊട്ടടുത്ത് തന്നെ ആറുണ്ട്. ആറിൽ നിന്ന് കുളിക്കാതെ അങ്ങ് പോയി അവിടെ ഒരു കനാല് പോലെ ഉണ്ട് ചേട്ടൻ്റെ അമ്മയുടെ അടുത്ത്. അവിടെ പോകാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം തന്നെ അവിടെ കാടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ തൂത്തൊക്കെ ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചാണ് ഇന്ന് പിന്നെ അങ്ങോട്ട് ഇറങ്ങിയത്. അപ്പം ചേട്ടൻ്റെ മോൻ വഴിയിൽ കണ്ട് അവനെയും കൂടെ വിളിച്ചിട്ടാണ് പോകുന്നത്. അവർ രണ്ടുപേരും കൂടിയാൽ പിന്നെ അണ്ണനും അനിയത്തിയും കൂടെ നല്ല ഇതായിരിക്കും, സ്നേഹമായിരിക്കും. അതുകൊണ്ട് പിന്നെ അതാണ് വീട്, ചേട്ടൻ്റെ അമ്മയുടെ വീട്. അവിടെ ഇപ്പം ആരും ഇല്ല, കാരണം ഇങ്ങനെ ഒരേ വളയും റബ്ബറും തോട്ടവും എല്ലാം ആയതുകൊണ്ട് അങ്ങനെ ഈ 2 വീട് മാത്രം തന്നെ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ആരും അങ്ങോട്ട് താമസിക്കാൻ, കറണ്ടും ഇല്ല ആ ഒരു ഏരിയയിൽ, താമസിക്കാൻ പോയിട്ടില്ല. നമ്മൾ എല്ലാവരും വേറെ സ്ഥലത്താണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോവും അങ്ങനെ തൂത്തിടാനോ അങ്ങനെയൊക്കെ. പക്ഷെ വീടെല്ലാം പോയിരിക്കുന്നു. സീറ്റെല്ലാം ഓടാണ് അവിടെയൊക്കെ, പണ്ടത്തെ വീടല്ലേ, അപ്പോൾ അത് ഓടും അങ്ങനത്തെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് പിന്നെ ഇനി ഓടെല്ലാം മാറ്റിയിട്ട് കുറച്ച് വൃത്തിയാക്കണം ആ വീടിനി. പിന്നെ ഇനി അവിടെ എല്ലാം നേരത്തെ ഇവിടെ ഒന്നും നിൽക്കാനേ പറ്റൂല, അവിടെ എല്ലാം കാടും പടലായിട്ട് കിടന്നു. പിന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഒരാളെ കൊണ്ടുവന്ന് അതെല്ലാം നീറ്റാക്കിയിട്ടത്. പിന്നെ അവിടെ കുരുമുളക്, കരിവേപ്പില അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഇതാണ് പണ്ടത്തെ വീട്. പണ്ടത്തെ എന്ന് പറയുന്നത് 35 വർഷം എന്തോ ആയി ആ വീട് വെച്ചിട്ട്. അന്ന് അവിടേക്ക് കുടുംബ വീടായിരുന്നു. ഇപ്പം പിന്നെ അവിടെ അങ്ങോട്ട് ആരും താമസത്തിനൊന്നും പോവില്ല, ആൾക്കാരില്ലാത്തതുകൊണ്ട്. ഒരു 4-5 വീടുണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ടൊക്കെ പോയി താമസിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ആരും അങ്ങോട്ടൊന്നും പോകത്തൊന്നുമില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂവും തൂത്തുവാരിയിട്ടിട്ട് വരും, അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ അവിടെ തൂത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ 2 പേരും കൂടെ ക്യാമറ നോക്കിയിട്ട് ഒരേ കളിയും ചിരിയും. അവൾക്ക് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അങ്ങനെ ഫോൺ എടുക്കൂല, ഫോൺ എടുത്താൽ അവൾക്ക് ഫോട്ടോ വേണം മോക്ക്. അങ്ങനെ അവിടെ എല്ലാം തൂത്തിട്ടിട്ട്, തൂക്കാൻ ഭയങ്കര കഷ്ടം. നല്ല വൃത്തിയാക്കിക്കൊണ്ട് മണ്ണ് നിറയുണ്ട്, അതുകൊണ്ട് തൂത്തിട്ടും ചവറൊന്നും പോണില്ല. പിന്നെ എന്തായാലും തുറപ്പേ ശരിയല്ല, തുറപ്പെല്ലാം എന്ന് വെച്ചാൽ ഇറുക്കിലൊന്നും ഇല്ല. പിന്നെ അതുകൊണ്ട് ശരി, ഉള്ളത് വെച്ച് തൂത്ത് കുറച്ചിട്ടിട്ട് ഇനി പോകാൻ നേരത്ത് ചവറിൽ തീയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ അവിടെ എല്ലാം തൂത്ത് നീറ്റാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. ചേട്ടൻ അപ്പുറത്തെ സൈഡും ഞാൻ ഇപ്പുറത്തെ സൈഡുമായിട്ട് തൂത്തിട്ട് അടുത്ത് കുളിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ചേട്ടൻ്റെ 2 കൂട്ടുകാരന്മാർ വന്ന് സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നത് അവിടെ. ഞാൻ ഇവിടെ എല്ലാം തൂത്തിട്ട് ഇനി അടുത്ത് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച കനാലിൽ അത്ര വെള്ളമൊന്നുമില്ല, ചെറിയൊരു തോട് പോലെ, ആഴമൊന്നുമില്ല. പക്ഷെ കുളിക്കാൻ നമുക്ക് വെള്ളമുണ്ട് അതിനകത്ത്. കുളിക്കാൻ, തുണി നനയ്ക്കാൻ. നമ്മൾ കുറച്ച് തുണിയൊക്കെ എടുത്തിട്ടാണ് പോയത്, നനച്ചിട്ടൊക്കെ കൊണ്ടുവരാമെന്ന്. പിന്നെ അവിടെ വിരിക്കാൻ വേണ്ടി പറ്റിയില്ല, അധികം സ്ഥലവും ഇതില്ല, അശയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ വിരിക്കാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ കൊണ്ടുവന്നാണ് വിരിച്ചത്. അതാണ് കനാല്. നമുക്ക് ഇറങ്ങി കുളിക്കാൻ, തുണിയൊക്കെ നനയ്ക്കാനുള്ള വെള്ളമുണ്ട്. പിന്നെ അത്ര വലിയ ആഴമൊന്നുമില്ല, നിൽക്കാം നമുക്ക്. പിന്നെ പിള്ളേരെയും കൊണ്ട് അവിടെയെല്ലാം നിന്ന് അവരെയും കുളിപ്പിച്ച് നമ്മളെല്ലാം കുളിച്ച് തുണിയൊക്കെ നനച്ചിട്ട് പിന്നെ വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ച്. ശരി, ഇന്നത്തെ വ്ളോഗ് അപ്പം അത്രയേ ഉള്ളൂ.
ബായ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ആദ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ചെയ്യുമ്പം, ചെറുതായിട്ടുള്ള എന്താ പറയാ അങ്ങനെയുള്ള തെറ്റൊക്കെ കാണും. അപ്പോൾ ഓക്കെ, എല്ലാവരും ക്ഷമിച്ച് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.